ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചെന്ന കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷന് വീഴ്ചയെന്ന് കോടതി. മുൻകൂർ നോട്ടീസ് നൽകാതെ പ്രതിയെ അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷനെതിരെ കടുത്ത വിമർശനമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉന്നയിച്ചത്. പ്രോസിക്യൂഷൻ വീഴ്ച പരിശോധിക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ ബോധപൂർവം സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചെന്നാണ് CPIM വിമർശനം. വനിതാ സാമൂഹ്യ പ്രവർത്തകരുടേതുൾപ്പെടെ 15ഓളം പരാതികളാണ് ടി ജി മോഹൻദാസിനെതിരെ പോലീസിന് ലഭിച്ചത്. എന്നാൽ ആക്ഷേപങ്ങൾ ബാധിക്കാത്ത SDPI നേതാവിന്റെ പരാതിയിൽ കേസെടുത്തത് വീഴ്ചയാണെന്നും വിലയിരുത്തലുണ്ട്. ടി ജി മോഹൻദാസിനെതിരായ ബലാത്സംഗ ആഹ്വാന കേസിൽ പോലീസിനും പ്രോസിക്യൂഷനും ഉണ്ടായ വീഴ്ചയിൽ അസ്വാഭാവികതയുണ്ടോ? കാണാം RD എക്സ്ട്രാ. ടി ജി മോഹൻദാസിന്റെ ജാമ്യോത്തരവിലാണ് പ്രോസിക്യൂഷൻ വീഴ്ചകൾ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി അക്കമിട്ട് നിരത്തിയത്. പ്രതിക്ക് നോട്ടീസ് നൽകാതിരുന്നത് പോലീസിനുണ്ടായ വൻ വീഴ്ചയാണ്. എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ലെന്ന് തൃപ്തികരമായി ന്യായീകരിക്കാനും പോലീസിനായില്ലെന്നും കോടതി വ്യക്തമാക്കി. SDPI നേതാവിന്റെ പരാതിയിലെ കേസും അറസ്റ്റും വീഴ്ചയായി നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിച്ചതിൽ പ്രോസിക്യൂഷനെതിരെ കടുത്ത വിമർശനമാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉയർത്തുന്നത്. കേസിൽ വേണ്ടത്ര ജാഗ്രത പ്രോസിക്യൂഷൻ പാലിച്ചില്ല. ഇക്കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് RSSുമായുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് DYFI വിമർശിച്ചു. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. അതിനിടെ ടി ജി മോഹൻദാസ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി. അടുത്ത 2 ദിവസങ്ങളിലും വരുന്ന 2 മാസത്തെ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. പ്രതിക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടർന്നും ഉപയോഗിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി കേസിന് ആധാരമായ കാര്യങ്ങൾ പറയുന്നത് വിലക്കിയിട്ടുണ്ട്. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂഷൻ പിഴവ് മൂലമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വ്യക്തമാക്കി. ഒരു ലൂപ്പ് ഹോളിൽ ജാമ്യം കിട്ടിയതാണ്. സംഭവം സർക്കാർ പരിശോധിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. മോഹൻദാസിൻ്റേത് പ്രോസിക്യൂഷൻ കാര്യക്ഷമമായില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു ആക്ഷേപം. എന്താണെന്ന് അറിയില്ല. അത് അന്വേഷിച്ച് ഗവൺമെൻറ് നടപടിയെടുക്കും. ഒരിക്കലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് ചാർത്തിയത്. കാരണം അങ്ങനത്തെ വർത്തമാനമാണ് പറഞ്ഞപ്പോൾ സമരം ചെയ്യുന്നവരൊക്കെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നാളെ എന്താ പറയുക, എല്ലാ മന്ത്രിമാരെയും ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി അവസാനിക്കുന്നത്? ഇത് വെടിവെക്കലാണോ ജോലി? അപ്പോൾ അതിൽ ശക്തമായുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ലൂപ്പ് ഹോളിൽ ജാമ്യം കിട്ടിയതാണ്. എന്നാലും ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. മോഹൻദാസിന് ജാമ്യം കിട്ടുന്നതിന് പോലീസ് ബോധപൂർവം നിലപാട് സ്വീകരിച്ചെന്നും ഡോക്ടർ റാമിന്റെ കാര്യത്തിൽ ഉണ്ടായതിന് സമാനമാണിതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് തീരുമാനിച്ചത് മാരാർജി ഭവനിൽ നിന്നാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLAയും ആരോപിച്ചു. പോലീസിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിക്കാനുള്ള കോടതി ഉത്തരവുണ്ടായത്. അപ്പോൾ നോട്ടീസ് നൽകാത്തത് പോലീസിന്റെ വീഴ്ചയാണ്. ഈ അറസ്റ്റ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് കോടതി അറിയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ഇത് തന്നെ റാമിന്റെ കാര്യത്തിലുള്ളതുപോലെ തന്നെ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം ജാമ്യം ലഭിക്കുന്ന രീതിയിലുള്ള നിലപാട് അവർ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. മോഹൻദാസിന്റെ അറസ്റ്റ് നടപടികൾ എല്ലാം തീരുമാനിച്ചത് മാരാർജി ഭവനിൽ നിന്നാണെന്നാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് തീരുമാനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ പൂട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും മോഹൻദാസിന് ഇന്നലെ ജാമ്യം കിട്ടുമായിരുന്നില്ല. ഇത് RSSുമായിട്ടുള്ളൊരു ഡീലിൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞതുപോലെ ആ റാമിൻ്റെ കാര്യത്തിൽ ഇതേ പ്രശ്നമാണ് ഉണ്ടായത്. അതേ ആഭ്യന്തര വകുപ്പാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്, അതേ പോലീസാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടും എങ്ങനെയാണ് ഈ വീഴ്ച ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഈ ഒരു ലൂപ്പ് ഹോളിലാണ് ടി ജി മോഹൻദാസിന് ജാമ്യം കിട്ടിയത് എന്ന് കെ മുരളീധരൻ പറഞ്ഞു. ആ ഹോൾ ഇട്ട് കൊടുത്തത് പോലീസ് തന്നെയാണ്. ഒരു സംശയമില്ല. പക്ഷേ കെ മുരളീധരനെ കുറേയായിട്ട് അദ്ദേഹം മന്ത്രിയായതിനു ശേഷമൊന്നും ഒട്ടും അഭിനന്ദിക്കാനോ എപ്പോഴും വിമർശിക്കാൻ മാത്രമേ അവസരം കിട്ടിയിട്ടുള്ളൂ ഇതുവരെ. ഇദ്ദേഹം ഇത് തുറന്നു പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം കൊടുക്കുക. ഇതെന്താ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഇത്രയും നിന്ദ്യമായിട്ടുള്ളൊരു പരാമർശം നടത്തിയ ആൾക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ ഒരു നിലപാട് വന്നിട്ട് അതിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്ന് വർത്തമാനം പറയുമ്പോൾ, ഇയാൾ പറഞ്ഞത് മോശം കാര്യമാണെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു വാല്യൂ പൊതുസമൂഹത്തിനുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ മാഷ് VK സനോജൊക്കെ പറഞ്ഞു, അവരൊരു പ്രതിപക്ഷത്താണല്ലോ. പക്ഷേ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരാൾ ഇതൊരു വീഴ്ചയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായുള്ളൊരു വാല്യൂ ഉണ്ട്. എന്തുകൊണ്ടാണതെന്ന് വെച്ചാൽ 27-ാം തീയതി ജൂലൈ ഇയാൾക്കെതിരെ പരാതി വന്നു, ഈ മോഹൻദാസിനെതിരെ. 29-ാം തീയതി കേസെടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത്. എന്നിട്ട് 11 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. 11 ദിവസം.
എന്താണ് അയാൾ നടത്തിയ പരാമർശം? അയാളിപ്പോൾ നമ്മൾ എല്ലാ മാധ്യമങ്ങളും ഞാൻ നോക്കുമ്പോൾ വിദ്വേഷ പരാമർശം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ ആളുകളെ പേടിപ്പിക്കാതിരിക്കാനുള്ളൊരു കാര്യം വേണമല്ലോ. അതുകൊണ്ട് വിദ്വേഷ പരാമർശം എന്നാണ് എല്ലാവരും പറയുന്നത്. ബലാത്സംഗ ആഹ്വാനമായിരുന്നു, കൊലപാതകത്തിലുള്ള ആഹ്വാനമായിരുന്നു, അല്ലേ? എല്ലാവരെയും വെടിവെച്ച് കൊല്ലണം സമരം നടന്ന ആളുകളെ. പിന്നെ ചിരിച്ചുകൊണ്ട്, ഒരു അശ്ലീലമായ ചിരിച്ചുകൊണ്ട് ഇവരെല്ലാം ബലാത്സംഗം ചെയ്യണം. ബലാത്സംഗം ചെയ്യുമ്പോൾ കുറേ പേർ കൊല്ലപ്പെടും. പിന്നെ ബലാത്സംഗം പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതാണല്ലോ. ബലാത്സംഗം എന്ന് വെച്ചാൽ എന്താണ്? റേപ്പ്, ബലാത്സംഗം ചെയ്യുക, സ്ത്രീകൾക്കെതിരായിട്ട് റേപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ അവരെ, അത് ഏതെങ്കിലും ഒരു ക്രൈമിൻ്റെ ഏറ്റവും കൂടിയ, മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൈമുകളിലൊന്നാണ് ബലാത്സംഗം. അവരെ മനസ്സാലും ശരീരത്താലും കൊന്നുകളയുക എന്നുള്ളതാണത്. എന്ന് വെച്ചാൽ അത് ഇപ്പം ഞാൻ ഹർഷനെ തലക്കെട്ടൊരു കൂടം കൊണ്ട് അടിക്കുന്നു, അതുപോലൊരു പ്രക്രിയയാണത്. അപ്പോൾ ആരെങ്കിലും പറയുമോ, ഏതെങ്കിലും വിവരമുള്ള ആൾ പറയുമോ കൂടം കൊണ്ട് തലക്കടി ഏൽക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന്? അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള, സമീപകാലത്ത് ഒരു രാഷ്ട്രീയ നേതാവും സമീപകാലത്ത് ഒരു സാമൂഹ്യ പ്രവർത്തനം പറയാത്ത അത്രക്ക് നിന്ദ്യവും ദുഷ്ടവും ക്രൂരവുമായിട്ടുള്ള അതിരിൻ്റെ അങ്ങേ തലക്ക് കടന്നു പോയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇയാൾ നടത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. RSSൻ്റെ സഹയാത്രികനും ഇപ്പോൾ RSSോടൊപ്പം നിൽക്കുന്ന മറ്റു ചില ആളുകളും ഞങ്ങളുടെ സൈദ്ധാന്തികനും എന്ന് പറയുന്ന ആളാണിത്. RSSനെ തള്ളിക്കളഞ്ഞു. RSSൻ്റെ സൈദ്ധാന്തികൻ എന്നാണല്ലോ ഇയാളെ പലരും വിശേഷിപ്പിക്കുന്നത്. ഇത് കൂടെയുള്ള ചില ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ RSS. പക്ഷേ RSSനെയും തള്ളിക്കളഞ്ഞു. ഇത് ശരിയല്ലല്ലോ. കാരണം RSS സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ, അവർക്കിതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തുക? അപ്പോൾ ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തിയിട്ട് നമ്മൾ വിചാരിക്കുക എന്താ ഹർഷ? നമ്മൾ വിചാരിക്കുക എന്താണ്? ഇപ്പം അയ്യോ ഇത്രയും വലിയ പരാമർശം നടത്തി, ഇതുവരെ ആരും ചെയ്തിട്ടില്ല, ഉടനടി പോലീസ് പോയിട്ട് പിടിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക? സമൂഹത്തോട് ആകെയുള്ളൊരു കുറ്റകൃത്യം, അതായത് റേപ്പ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള നോട്ടം കൊണ്ടുപോലുള്ള അവരെ ഉപദ്രവിക്കൽ അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, കുറ്റമാണ്. ഈ സമൂഹത്തിൻ്റെ പാതിയിലേറെയുള്ള സ്ത്രീജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ ക്രൈം എന്ന നിലയ്ക്കിപ്പോൾ ആധുനിക സമൂഹം ഏറ്റവും ഗുരുതരമായിട്ടും ഗൗരവതരമായിട്ടും എടുക്കുന്നൊരു കാര്യത്തെ തമാശ മട്ടിൽ ചിരിച്ചു പറയുന്നൊരു കാര്യം പൊതുസമൂഹത്തിലേക്ക് വീഡിയോ ആയിട്ട് പ്രചരിപ്പിച്ചത് അങ്ങേറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കണ്ടേ? ഒരു ഗൗരവതരമായിട്ടുള്ള കുറ്റം. ലോകത്തിലെവിടെയാണെങ്കിലും അങ്ങനെ എടുക്കുക, അങ്ങനെ പറഞ്ഞു പോകാൻ ആർക്കും പറ്റില്ല. പക്ഷേ 11 ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസ് 11 ദിവസം എടുത്തു. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഓപ്പറേഷൻ തൂഫാൻ്റെ തൂവലിനേക്കാൾ ഉയരത്തിൽ 10 അടി ഉയരത്തിൽ ഈ തൂവൽ കിടക്കും. അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ തൂവലായിട്ട് ഈ 11 ദിവസത്തെ ഗ്യാപ്പ് കിടക്കും. എങ്ങനെയാണ് 11 ദിവസം നിൽക്കാൻ പറ്റുക? പിറ്റേന്ന് ചോദിച്ചപ്പോൾ ഞാനാണോ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന്. പിറ്റേന്ന് ഞാൻ നോക്കുമ്പോൾ ഈ TG മോഹൻദാസ് ഇയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് അയാളുടെ യൂട്യൂബ് ചാനലിൽ. അതായത് അയാൾക്ക് അതിനുള്ള വിശദീകരണവും വീണ്ടും വർത്തമാനം പറയാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തു. എന്നിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്താണ്? വലിയ സംഭവമാണ്. നമ്മളത് പറഞ്ഞു. മയക്കുമരുന്നിൻ്റെ വ്യാപനം, സമൂഹത്തിൽ മയക്കുമരുന്ന് ചെറുപ്പക്കാരെയും പൊതുസമൂഹത്തെ ദുഷിപ്പിക്കുന്നു. ഇത്തരം വർത്തമാനത്തിൻ്റെ വ്യാപനവും പൊതുസമൂഹത്തിലെയും ചെറുപ്പക്കാരെ ആകെയും ദുഷിപ്പിക്കും. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം എന്ന് വെച്ചാൽ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കുട്ടി, ഒരു യുവാവ്, ഇതൊക്കെ സാധാരണമായ കാര്യമല്ലേ എന്ന് സാധാരണീകരിക്കാൻ, അതിനെ വ്യാപിപ്പിക്കാൻ, മയക്കുമരുന്നിനെ പോലെ തന്നെ MDMAയുടെ വ്യാപനം പോലെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ വ്യാപനത്തിന് ഒരു അങ്ങേയറ്റത്തെ എക്സ്ട്രീമായിട്ടുള്ള നിലപാടെടുത്തയാളാണ് TG മോഹൻദാസ്. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ അതിനേക്കാൾ ശക്തമായിട്ട് നടപടിയെടുക്കേണ്ട ഒരു കാര്യത്തിന് പോലീസ് 11 ദിവസം കഴിഞ്ഞിട്ട്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസ് 11 ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടോ, ഇളം തന്നൽ പോലത്തെ അറസ്റ്റ്. നമ്മൾ ഇന്നലെയും പറഞ്ഞല്ലോ, അറസ്റ്റ് ചെയ്തിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് നോട്ടീസ് കൊടുക്കണം എന്ന്. അത് പാലിച്ചില്ല. ഇപ്പം റാമിൻ്റെ കാര്യത്തിൽ എന്ന പോലെ അത് പാലിച്ചാൽ ആ നിലക്ക് കൂടെ മുന്നോട്ട് പോകേണ്ടി വരും. ഇത് ഇങ്ങനെ പോയിട്ട് അറസ്റ്റ് ചെയ്താൽ ഈസി ആയിട്ട് ജാമ്യം കിട്ടും. അതിനല്ലേ വർഷ ചെയ്തു കൊടുത്തത്. അതിനാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. അപ്പോൾ ആ ലൂപ്പ് ഹോൾ, ഇപ്പം മുരളീധരൻ പറഞ്ഞ ലൂപ്പ് ഹോൾ, ആ ലൂപ്പ് ഹോൾ എവിടെ നിന്ന് എന്താണ്? ആ ലൂപ്പ് ഹോൾ പോലീസ് ഇട്ട് കൊടുത്തതാണ്. അതായത് നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്യുക, അപ്പോൾ അയാൾ ഇറങ്ങി അങ്ങ് പോകും. ഇതിപ്പോൾ ഇയാൾ ഇത്രയും നിന്ദ്യമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു. ഇയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇയാൾക്ക് പ്രായമുണ്ട്, ഇയാൾക്ക് ഗൗരവതരമായിട്ടുള്ള രോഗാവസ്ഥയുണ്ട്. കോടതി അത് കാണും. കോടതി അത് കണ്ട് ആ നിലക്ക് തന്നെ പരിഗണിക്കൂ കാര്യങ്ങൾ. അല്ലാതെ ഉടനടി കൊണ്ടുപോയി ജയിലിടുമെന്നൊന്നും പറയില്ലായിരിക്കാം. കാരണം ആരോഗ്യ പ്രശ്നം. പക്ഷേ ഈ കേസ്, ഈ പരാതി, ഈ പറഞ്ഞ വർത്തമാനത്തിനുള്ള നിയമ നടപടി കർക്കശമായിട്ട് പോകുന്നു എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമുള്ള രമേശ് ചെന്നിത്തല ഞാനെന്താക്കാനാണെന്ന് കൈമലർത്തി. അദ്ദേഹം ഈ പറയുന്ന ഭയങ്കരമായിട്ട് തൂഫാൻ എന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ്. പക്ഷേ ഇത്രയും നിന്ദ്യമായിട്ടുള്ള പരാമർശം നടത്തിയ ആളെ 11 ദിവസം ഇങ്ങനെ വിട്ടു. പോലീസ് ഇത് മാത്രമല്ല ചെയ്ത ലൂപ്പുകൾ. പോലീസ് 15 പേരുടെയോ മറ്റോ പരാതി ഉണ്ടായിരുന്നു. അതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരായുള്ള സ്ത്രീകളുണ്ടായിരുന്നു. നമ്മളീ പറയുന്ന കാര്യം ഇത്രയ്ക്ക് ഗൗരവതരമാണിതെന്ന് പറയുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ആരുടെയും പരാതിയിൽ കേസെടുക്കാതെ ഒരു SDPI നേതാവിൻ്റെ പരാതിയിൽ കേസെടുത്തു. എന്താ അവരുടെ ലക്ഷ്യം എന്താ?
അതായത് ഇത്രയും സ്ത്രീകൾ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഗൗരവത്തോടു കൂടി കൊടുത്ത തന്നെ ഒരു പരാതി അവിടെയുണ്ട്. SDPIക്കാരനും ഗൗരവത്തോട് കൊടുത്ത പരാതി തന്നെയാണ്. ആ പരാതി തള്ളിക്കളയേണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയും 15 സ്ത്രീകൾ 15 പേരുടെ പരാതി അവിടെ ബാധിക്കപ്പെട്ടവർ എന്ന് പറയാവുന്ന ആളുകൾ കോടതിക്ക് ഇത് ബാധിക്കപ്പെട്ട ആളുകൾ. ഇവ ഒരു സ്ത്രീ എന്നിട്ട് ഞങ്ങളെ ഇത് ബാധിച്ചു, മാനസികമായിട്ട് ഞങ്ങൾക്ക് ട്രോമ ഉണ്ടാക്കി, ഇത് വലിയ ദുരിതവും ദുഃഖവും ഉണ്ടാക്കി, വിഷമം ഉണ്ടാക്കി എന്ന് ബാധിക്കപ്പെട്ടവരായിട്ട് അവിടെ ചെന്ന് പറയാൻ പറ്റുന്ന 15 സ്ത്രീകളുടെ പരാതി മാറ്റിവെച്ചിട്ട് ബാധിക്കപ്പെട്ട ആളല്ലല്ലോ എന്ന് നിയമത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കാനാകുന്ന ഒരു SDPI നേതാവിൻ്റെ പരാതിയിൽ കേസെടുത്തിട്ട് ഈ ലൂപ്പ് ഹോളുകളെല്ലാം പോലീസ് ഇട്ടുകൊടുത്തു. ഇതാണ് പിന്നെ പോലീസ്, ഇതാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ്. രമേശ് ചെന്നിത്തലയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു RDXൻ്റെ ഒരു അധ്യായം അപ്പാടെ എടുത്ത് രമേശ് ചെന്നിത്തലയെ അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നു. ഇതിൽ നിങ്ങളുടെ തൊപ്പിയിലെ ഓപ്പറേഷൻ തൂഫാൻ്റെ തൂവലുകൾ നിൽക്കുകയാണെങ്കിൽ അതേക്കാൾ എത്രയോ ഉയരത്തിൽ ഈ ചീഞ്ഞളിഞ്ഞ തൂവലൂടെ നിൽക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കുള്ള ഇങ്ങനെയല്ല ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കേണ്ടത്. അത് ഇത്രയും നിന്ദ്യമായിട്ടുള്ളൊരു കേസ് കഴിഞ്ഞ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അയാളെ ഇപ്പം മാറ്റാനൊന്നും പറ്റില്ല. ഇത്രയും പ്രായമായുള്ള ഒരാളെ അയാളെന്തോ സ്വയം ഒരു സൈദ്ധാന്തികരാണെന്ന് വിചാരിക്കുകയും കുറേ ആളുകൾ സൈദ്ധാന്തികരാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷം തന്നെ അയാളുടെ രാഷ്ട്രീയ പക്ഷം തന്നെ അയാളെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും അങ്ങനെ പിന്തുണ കിട്ടും, എന്തുതരം ഹിംസാത്മകതയ്ക്കും പിന്തുണ കിട്ടുന്ന ഒരു സൊസൈറ്റി ആണ് ലോകത്തെമ്പാടുള്ളത്. അതുകൊണ്ട് ഏതൊരു ഹിംസാത്മകർക്കും പിന്തുണ കിട്ടും. പക്ഷേ അയാളുടെ സംഘടന എന്ന് പറയുന്ന സംഘടനയെ തള്ളിക്കളഞ്ഞാണ്. അപ്പോൾ ആ കാണിച്ച RSS കാണിച്ചില്ലേ ആ മാന്യത, അതുപോലും ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ, ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായോ, ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ എന്ന് അവർ പരിശോധിക്കട്ടെ. അങ്ങനെയല്ലേ? അത് തീർച്ചയായും. അതിനകത്ത് സമാന്തരമായി വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിലൂടെ മന്ത്രിമാരെ വിമർശിക്കുന്നവരെ പിടിച്ചകത്തിടുക എന്നുള്ളൊരു പ്രക്രിയ സമാന്തരമായി നടക്കുന്നുണ്ട്. വ്യാപകമായി അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ അപ്പ കേസ്, അതുപോലെ ആരെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ ആരെ വിമർശിച്ചാലും അപ്പോൾ കേസ്, സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചാൽ കേസ്, അങ്ങനെ കേസുകളുടെ പൂരവുമായി ഒരു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ പറഞ്ഞ TG മോഹൻദാസിൻ്റെ ഈ പരാമർശങ്ങൾ വരുന്നത്. ഇതുവരെ പോലീസ് കേസെടുത്ത ആരും നടത്തിയതിനേക്കാൾ ഏറ്റവും നികൃഷ്ടമായ പരാമർശങ്ങൾ നടത്തിയ ആളാണ് സോഷ്യൽ മീഡിയയിലൂടെ TG മോഹൻദാസ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സനീഷ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അത്തരം വൃത്തികെട്ട പരാമർശങ്ങൾ നടത്തിയ ഒരാളെ ഇങ്ങനെ സംരക്ഷിച്ച് പൊതിഞ്ഞ് രക്ഷിക്കുകയാണ് പോലീസ് ചെയ്തത്, രമേശ് ചെന്നിത്തലയുടെ പോലീസ്. അത് എടുത്തു പറയണമല്ലോ. കോടതിയുടെ നിലപാട് കൊണ്ടാണ് ഇപ്പോൾ 3 ദിവസം അയാൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റെല്ലാ അർത്ഥത്തിലും TG മോഹൻദാസിന് വേണ്ടി പണിയെടുക്കുകയായിരുന്നു പോലീസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം വളരെ കൃത്യമായി ഈ രാമിൻ്റെ കേസിൽ അത് വലിയ ചർച്ചയായതാണ്. അതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു പോലീസിന്. അത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നാലെ ഓടിച്ചിട്ട് വീണ്ടും കോടതിയിൽ നിന്ന് വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി, വഴിയിൽ ഇറക്കി വിട്ടു. ഈ സീനുകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്, ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. അത് പിന്നെയും അങ്ങനെ തന്നെ എങ്ങനെ ആവർത്തിക്കും? അതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകുന്ന ഒരു നടപടിയിൽ എങ്ങനെയാണ് ആ പിഴവുകൾ ആവർത്തിക്കുക? ഇതിന് ഉത്തരം പറയിപ്പിക്കേണ്ടത് രമേശ് ചെന്നിത്തലയാണ്. പറയിപ്പിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് ഉത്തരം പറയിപ്പിച്ച് തന്നെ വേണം. കാരണം ഇതേതെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കെതിരെയോ ജെൻസി ചെറുപ്പക്കാർക്കെതിരെയോ മാത്രമുള്ള ഒരു പരാമർശമായി നമുക്ക് കാണാൻ കഴിയില്ല. അതിനപ്പുറത്ത് ഇത്, അതായത് കഴുത്തിറക്കിയുള്ള ടീഷർട്ട് ഇടുന്ന പെണ്ണുങ്ങളെല്ലാം ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നുള്ള വൃത്തികേട് പറയുന്ന 71-കാരനാണ് ഈ TG മോഹൻദാസ്. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് ബലാത്സംഗം ചെയ്യാം, കുഴപ്പമില്ല, അവരെ ആസ്വദിച്ചോളുമെന്ന്. ഇമാതിരി ഒരു വിവരദോഷിയല്ലല്ലോ ഇത്തരത്തിലുള്ള അയാൾക്ക്. ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ഈ ഛിദ്രമുണ്ടാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക കൂടിയാണല്ലോ അയാൾ ചെയ്യുന്നത്, വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അതിനെതിരെ കർശനമായ നടപടി തീർച്ചയായും വേണം. ഈ മയക്കുമരുന്നിനേക്കാൾ ആളുകളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു സംഗതി ഇത് തന്നെയാണ്, ഈ വിദ്വേഷ പ്രചാരണം തന്നെയാണ്. ആ വിദ്വേഷ പ്രചാരണത്തെ തടയാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇനി എത്ര തൂഫാനോ എത്ര വിസിലടിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇക്കാര്യത്തിൽ നടപടിയാണ് വേണ്ടത്, ചോദ്യം ചോദിക്കണം. കാരണം സനീഷ്, ഇത് ഈ ബാക്കി എത്ര പേര്, TT ജിസ്മോനാണ് ആദ്യം പരാതി കൊടുത്തയാൾ, AIYF നേതാവ് TT ജിസ്മോൻ മുതൽ ഇങ്ങോട്ട് എത്രയോ പേരുടെ SFI പരാതി കൊടുത്തു, യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു ഈ കേസിൽ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ എല്ലാം പരാതി അവിടെ നിലനിൽക്കുകയാണ്. ഒരു SDPI നേതാവിൻ്റെ പരാതി എടുത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. ദുഷ്ടബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളെന്ന് കണക്കാക്കുന്ന സ്വയം വിചാരിക്കുന്ന ഈ TG മോഹൻദാസിനെതിരെ SDPIക്കാരൻ്റെ പരാതിയിൽ കേസ്. ആ പോലീസിന്റെ ദുഷ്ടബുദ്ധി എത്രത്തോളം പോയി എന്ന് ആലോചിച്ചു. അതാണ് ഇത് TT ജിസ്മോൻ പോലീസിൽ വിളിച്ച് അന്വേഷിച്ചു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ അത് എവിടെയോ DGPക്ക് നേരത്തെ അയച്ച പരാതിയോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാരണം പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ തള്ളുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ എങ്ങനെ കേസെടുത്താൽ നടപടി ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കോടതി ഈ കാര്യത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താവുന്ന തരത്തിൽ എങ്ങനെ കേസെടുക്കാമെന്ന് അറിയാത്തവരൊന്നുമല്ല പോലീസ്.
ഇപ്പോൾ എന്നോടോ സനീഷിനോടോ ഒരു വൈരാഗ്യം തോന്നിയാൽ പിടിച്ചകത്തിടണമെങ്കിൽ 10,000 വകുപ്പുകൾ കൃത്യമായി കണ്ടെത്തി ഒരു തരത്തിലും ഊരാതെ പൂട്ടാൻ ഈ പോലീസിന് അറിയാം. ഉറപ്പല്ലേ? പക്ഷേ ആ പോലീസാണ് ഈ കാര്യത്തിൽ ഈ അഴകുഴമ്പൻ നിലപാടെന്നല്ല ഈ ലൂപ്പ് ഹോൾ ഉണ്ടാക്കി കൊടുത്തത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ലൂപ്പ് ഹോൾ ഉണ്ടാക്കി ടി ജി മോഹൻദാസിനെ പുറത്തിറക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഇത്രയും ദീർഘമായി കോടതിയിൽ പോയിട്ട് കോടതിയെ എങ്ങനെ ബോധ്യപ്പെടുത്തുക? ഈ പരാതി ഇത്രയും കിട്ടിയിട്ട് ഇത്രയും 10-15 ദിവസത്തിന് ശേഷം ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് തിടുക്കമില്ല, ഇത് അത്രയും ഗൗരവം നിങ്ങൾ കൊടുക്കുന്നുള്ളൂ പോലീസ്, അതുകൊണ്ടല്ലേ എന്നല്ലേ കോടതി സ്വാഭാവികമായും മനസ്സിലാക്കുക. ഇത്രയും കാലതാമസം എടുത്തുകൊണ്ട് പിന്നെ ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ ഒക്കെ പിടിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡി എടുക്കണം. കസ്റ്റഡി എടുക്കുമ്പോൾ തന്നെ ഈ ലാപ്ടോപ്പും ഫോണും ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കൂടുതൽ കാരണങ്ങൾ പറയുന്നതൊന്നും കോടതിയുടെ മുന്നിൽ നിൽക്കില്ല. അതിന് പകരം എന്താണ് വേണ്ടത്? കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. ഒറ്റ കാര്യം പറ്റാ, അതായത് നാളെ ഇപ്പോൾ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ ഉണ്ട്, സ്വാഭാവികമായിട്ടും പത്രക്കാർ ഇത് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഇതിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകളെ പറയാനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ആ കാര്യം എന്താ വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പറയാൻ ഒരു സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം, ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയാണ്, അദ്ദേഹം ഇയാൾ ഈ നടത്തിയിരിക്കുന്നത് നിന്ദ്യമായിട്ടുള്ള പരാമർശമാണ് എന്ന് പറഞ്ഞ് നല്ല ഭാഷയിൽ വാക്കിൽ ഇതിനെ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം നാളെ വാർത്താ സമ്മേളനം നടത്തും, ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും, ഇതുമായി ബന്ധപ്പെട്ട് വരും. ഇതിൽ രമേശ് ചെന്നിത്തലയോ ആഭ്യന്തര വകുപ്പിനെയോ പോലീസിനെയോ കുറ്റപ്പെടുത്താൻ ഒരുപക്ഷെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് സാധ്യമായി എന്ന് വരില്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇയാൾ ഈ പറഞ്ഞത് വർത്തമാനം മോശമാണെന്നൊരു വാക്ക് മുഖ്യമന്ത്രി പറയും എന്ന് പ്രതീക്ഷിക്കുന്ന അനേക കാര്യങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സനീഷ്, ഈ അറസ്റ്റ് പോലും നടക്കില്ലായിരുന്നു. ഈ അർജുൻ ആംഗിക്കെതിരെ പോലീസിന്റെ ഈഗോയെ ഹെർട്ട് ചെയ്തു. അയാൾ മറ്റേ ക്രിമിനൽ, കണ്ണൂരിൽ നിന്നുള്ള അർജുൻ ആംഗി എന്ന് പറയുന്ന അയാൾ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അയാൾ പോലീസിന്റെ ഈഗോയെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ പോലീസ് സട്ടക്കൂട്ടം എഴുന്നേറ്റു. എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചകത്തിടണം എന്നുള്ള തീരുമാനത്തിൽ വരുന്നു. അത് വലിയൊരു സംഭവമാക്കി മാറ്റുന്നു. ഈ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ആരെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ഇയാളെ പിടിച്ചകത്തിടുക എന്നുള്ളത് അതായത് ആ ഒരു ക്രിമിനലിൻ്റെ വേർഷനാണ് അതിനെ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല. എങ്കിൽ പോലും അയാൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇവിടെ വന്നെന്തോ റീൽസ് എടുത്ത സമയത്ത് ഏതോ കല്യാണത്തിന് വന്ന സമയത്ത് പോലീസ് പിടിച്ചു എന്നാണല്ലോ അയാൾ പറയുന്നത്. ഏതാണ്ട് ഈ മട്ടിൽ തന്നെ ആ കേസിൽ അയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്തു. അതിനുശേഷം പോലീസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാകുമ്പോഴാണ് അയാൾ വീഡിയോയുമായിട്ട് വരുന്നത്. അയാൾക്കെതിരെ സടകുടഞ്ഞ് പോലീസ് എഴുന്നേറ്റ് ഇയാളെ ഇട്ട് ഓടിക്കുന്നു, കേരളത്തിൽ കൂടെ മുഴുവൻ ഇട്ട് ഓടിക്കുന്നു. ഈ മട്ടിലെല്ലാം കാര്യങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അയാൾ അറസ്റ്റിലാകുമ്പോൾ അയാൾക്ക് ധാരാളം ഫാൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇടത് പ്രവർത്തകരുടെ വലിയൊരു പിന്തുണയുണ്ട്. അപ്പോൾ വളരെ രൂക്ഷമായി ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിനെതിരെ ഒരു വിമർശനം സജീവമായി ഉണ്ടായ ആ രാത്രി പോയി പിടിച്ചാണ്, നോട്ടീസ് കൊടുക്കാതെ. അതല്ലെങ്കിൽ അർജുൻ ആംഗിയെ പിടിച്ച കേസ് ഉണ്ടായില്ലെങ്കിൽ ടി ജി മോഹൻദാസിനെ ഇങ്ങനെ പോലും തൂവൽ കൊണ്ട് തലോടില്ലായിരുന്നു പോലീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അർജുൻ ആംഗിക്ക് പിന്നാലെ ടി ജി മോഹൻദാസിനെയും അറസ്റ്റ് ചെയ്ത നടപടിക്ക് വലിയ കയ്യടിയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത്. പക്ഷേ ടി ജി മോഹൻദാസിന് കോടതിയിൽ നിന്ന് ഉടനടി ജാമ്യം ലഭിച്ചതിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രോസിക്യൂഷൻ പിഴവാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയതെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. വനിതാ സാമൂഹ്യ പ്രവർത്തകർ നൽകിയ പരാതിയിൽ കേസെടുക്കാതെ SDPI നേതാവിൻ്റെ പരാതിയിൽ കേസെടുത്ത നടപടിയും സംശയാസ്പദമാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി നോട്ടീസ് നൽകണമെന്ന ചട്ടം പാലിച്ചില്ലെന്ന കോടതി ഉത്തരവും ഗൗരവത്തിൽ തന്നെ കാണണം. മാത്രമല്ല ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റ് അനിവാര്യമായിരുന്നുവെന്ന് തെളിയിക്കുന്ന യാതൊരു വസ്തുതകളും പ്രോസിക്യൂഷന് ഹാജരാക്കാനും കഴിഞ്ഞില്ല. ഇതാദ്യമായല്ല നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്ത പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് എന്നുകൂടി ഓർക്കണം. നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ ഡോക്ടർ റാമിന് ജാമ്യം അനുവദിക്കുമ്പോഴും കോടതി ഇതേ വിമർശനമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതോടെയാണ് പ്രോസിക്യൂഷൻ ഇത്തരം കേസുകളിൽ ഒത്തുകളിക്കുകയാണെന്നുള്ള വിമർശനം ബലപ്പെടുന്നത്, പോലീസ് ഒത്തുകളിക്കുകയാണെന്നുള്ള വിമർശനം ബലപ്പെടുന്നത്. പ്രതികൾക്ക് സൗജന്യമായി ഒരു മെഡിക്കൽ പരിശോധന നടത്താനുള്ള പ്രഹസനമായി ഇത്തരം അറസ്റ്റുകൾ മാറ്റരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇടവേളയിലേക്ക്.